ഹലോ ഗൈസ്, നമുക്കിന്ന് കോളേജ് ഇല്ലാത്തൊരു ദിവസമായിരുന്നു. കമ്മീഷനോടനുബന്ധിച്ച് വർക്കൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവധി തന്നത്. പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ എഴുതാനുള്ള മടി കാരണം ഞങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ അമൃത രാവിലെ തന്നെ എൻ്റെ വീട്ടിൽ വന്നു. അമൃതയുടെ വീട് എൻ്റെ വീടിന് ഏകദേശം അടുത്തായിട്ടാണ്. അവൾ നടന്നാണ് വന്നത്. എന്നാൽ ഇർഫൂൻ്റെ വീട് കാലേറ്റാണ്. അവൾക്ക് ബസ്സൊന്നും കിട്ടിയില്ല. അങ്ങനെ കുറച്ച് ലേറ്റായി. പിന്നെ ഞാൻ അവളെ പനവൂർ പോയി പിക്ക് ചെയ്തു. എങ്ങനെയുണ്ട് സിയാസാവ് ഉണ്ടാക്കിയ ജ്യൂസ്? സൂപ്പറാണോ? സൂപ്പർ. അങ്ങനെ ഞങ്ങളുടെ പണികൾ എളുപ്പമാക്കാൻ വേണ്ടി കുറച്ച് ടേബിൾസൊക്കെ പ്രിൻ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ പ്രിൻ്റർ പെട്ടെന്ന് പണി മുടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പനവൂർ ഒരു സ്റ്റുഡിയോ വരെ പോയി. അപ്പോൾ അവിടുത്തെ ചേട്ടൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ സ്റ്റുഡിയോയുടെ തൊട്ടപ്പുറത്താണ് നമ്മുടെ പനവൂർ ഐസ് ബേ ഉള്ളത്. അപ്പോൾ ഞാനും ഇർഫാനയും കൂടെ അവിടെ കയറി ഒരു ഐസ്ക്രീം കുടിച്ചു. അമൃത ഈ വ്ളോഗ് കാണുമ്പോൾ എന്നോട് ക്ഷമിക്കണം. അമൃതയ്ക്ക് ഞാൻ ഇന്ന് ഐസ്ക്രീം വാങ്ങി തരുന്നതാണ്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പിന്നെയും എഴുതി തുടങ്ങി. ഞാൻ പറഞ്ഞു അവർ എഴുതി. അങ്ങനെ ഒരു പാറ്റേണിൽ നമ്മൾ കുറേ എഴുതി. ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ മടി മാറാൻ വേണ്ടിയിട്ടാണ്. ചാർട്ടിലെ അക്ഷരങ്ങൾ കുറച്ചുകൂടി സ്ട്രൈറ്റ് ആയിട്ട് നേരെ നീ പറഞ്ഞ അക്ഷരങ്ങൾ നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് വ്യക്തമായി വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന കാരണം കുട്ടികൾക്ക് വ്യക്തമായി. എന്നിട്ടും എഴുതിയൊന്നുമായില്ലായിരുന്നു. എന്നാലും സമയമൊക്കെ താമസിച്ചു. അവർക്ക് എല്ലാവർക്കും വീട്ടിൽ പോകണം എന്നുള്ളതിനാൽ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഇർഫൂനെയും അമൃതയും തിരിച്ചു കൊണ്ടാക്കി എൻ്റെ വ്ളോഗ് കൂടെ എൻ്റെ ഒന്ന് ബൈ.